നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാളയാർ പെൺകുട്ടികളുടെ കേസ് അന്വേഷിക്കാൻ വന്ന CBI കേമന്മാരാണ്. ഈ കേസിൽ കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള പങ്ക് CBI പോലും കണ്ടെത്തിയില്ലേ? ഇതുതന്നെ ആയിരുന്നില്ലേ കേരള പോലീസ് മുൻപ് കണ്ടെത്തിയത്? പക്ഷേ പെരിയ ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം നടത്താൻ വന്ന CBI പോരാ, പെരിയയിൽ വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പിന്നെ നവീൻ ബാബു വിഷയത്തിൽ ഒട്ടും CBI വരേണ്ടതേയില്ല. ആ അന്വേഷണം ഞങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. പോരാളി ഷാജി കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കും എന്ന് കേട്ടിട്ടില്ലേ? ഒരു പോസ്റ്റ് തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട്. വാളയാർ കേസുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റാണ്. പക്ഷേ നേരെ ഉൾട്ടയായി CPMന്റെ മൂട്ടിൽ തന്നെ പൊട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോരാളി ഷാജി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് പെരിയ കേസിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് CBIക്കും പറയാനുള്ളത് എന്നാണ് പോരാളി ഷാജി പറഞ്ഞു വയ്ക്കുന്നത്. അതിനു മുൻപ് ഈ വാളയാർ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവിനെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. എന്തായാലും ആദ്യം പോരാളി ഷാജി പങ്കുവെച്ച ആ പോസ്റ്റ് ഒന്ന് നോക്കാം. കരളുരുകുന്ന സത്യങ്ങളാണ് CBIയുടെ പ്രത്യേക പരാമർശങ്ങളിലുള്ളത്. ഇപ്പോഴും വ്യക്തിപരമായി ഒരേ ഒരു ആശ്വാസമാണ് ഉള്ളത്. സോഷ്യൽ മീഡിയ ട്രെൻഡും കണ്ട് അന്ന് ഈ തള്ളയെ പൊക്കിപ്പിടിച്ച് ആ പെൺമക്കളുടെ ആത്മാവിനോട് നീതികേട് കാണിച്ചില്ല എന്നതാണ്. കാര്യങ്ങളെല്ലാം പകൽ പോലെ അന്നും വ്യക്തമായിരുന്നു. അയൽവാസികളിൽ ഭൂരിഭാഗം പേരും ഇന്ന് CBI പറയുന്ന കാര്യങ്ങൾ ശരിവെച്ചു. കേരള പോലീസിന്റെ നിഗമനങ്ങൾ തീപിടിപ്പിക്കുന്ന സത്യങ്ങളായി മാറി. പക്ഷേ സംഗതി അങ്ങേയറ്റം രാഷ്ട്രീയവും വൈകാരികവുമായി മാറിയതുകൊണ്ട് സത്യം അഗ്നിയേക്കാൾ ചുട്ടുപൊള്ളുന്നതായതിനാൽ കേസ് അന്വേഷിച്ച DYSPയെ ഈ നശിച്ച കോൺഗ്രസുകാരും ആവേശ കമ്മിറ്റിക്കാരും കൊലവിളിയുമായി വേട്ടയാടിയതുകൊണ്ട് കേസ് CBIക്ക് വിട്ടു. അറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ജനക്കൂട്ടം ഓഫീസ് കത്തിക്കുമെന്ന് പോലും ഒരു പ്രശസ്ത ചാനലിന്റെ മേധാവിക്ക് പറയേണ്ടി വന്നു. പെൺകുട്ടികൾക്കേറ്റ ലൈംഗിക അതിക്രമങ്ങളിൽ കുടുംബ പശ്ചാത്തലത്തിന് നിർണായകമായ പങ്കുണ്ടെന്നറിഞ്ഞിട്ടും പറയാൻ പറ്റാത്ത അവസ്ഥ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കുരുട്ടു ബുദ്ധികൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവളെ പിണറായി വിജയനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി തലയിൽ കയറ്റിവെച്ച സാമൂഹ്യ ദ്രോഹികൾ സത്യത്തിൽ ചതി ചെയ്തത് ആ ഹതഭാഗ്യരായ പെൺകുട്ടികളോടാണ്. ഇതായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ്. അതായത് വാളയാർ കേസിൽ അന്വേഷണം നടത്തി CBI ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും വാളയാറിൽ വന്ന CBI കേമന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ പോരാളി ഷാജി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് CBI പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാദങ്ങളുണ്ട്. റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കിയിരിക്കുന്ന ചില പ്രസക്ത ഭാഗങ്ങൾ അതുകൂടി ഒന്ന് പറയാം. അതായത് ഈ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മ ഒന്നാം പ്രതിയായ ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂത്ത മകളെ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്ത വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അവധി ദിവസങ്ങളിൽ പ്രതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മദ്യം നൽകി സന്തോഷിപ്പിച്ചിരുന്നതായും വിവരങ്ങളുണ്ട്. 2016 ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ കുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് അച്ഛൻ കണ്ടതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് മക്കൾക്ക് പീഡനം നേരിടുന്നത് കണ്ടിട്ടും ഇവർ പോലീസിൽ പരാതിപ്പെടുകയോ ആരോടും ഈ വിവരം പറയുകയോ ചെയ്തില്ല. അതിനുശേഷവും പെൺകുട്ടികൾ ഈ പ്രതികളാൽ ആക്രമിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും മാതാപിതാക്കൾ അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഈ ക്രിമിനലുകളെ വീണ്ടും വീട്ടിൽ വിളിച്ചു വരുത്തി മദ്യസേവയൊക്കെ നടത്തിയെന്നും ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇവരുമായി സ്ഥിരം ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്നുമൊക്കെയാണ് CBI റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പോരാളി ഷാജി പറഞ്ഞു വെക്കുന്നത് പോലീസ് കണ്ടെത്തിയതിൽ കൂടുതൽ ഒന്നും കണ്ടെത്താൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല, പോലീസ് തന്നെയായിരുന്നു ശരിയെന്നാണ്. എങ്ങനെയാണ് പോരാളി ഷാജി പോലീസ് ശരിയാകുന്നത്? കാരണം ഈ കേസ് അട്ടിമറിച്ചതിൽ പോലീസിന് കൃത്യമായ പങ്ക് അന്നു മുതലേ ഉണ്ട്. ഈ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവരെ വെളിച്ചത്ത് കൊണ്ട് നിർത്താൻ പോലീസിന് കഴിഞ്ഞില്ല? അതിന് കാരണം ഒന്നേ ഉള്ളൂ, പ്രതികൾ DYFIക്കാരായിരുന്നു. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല സത്യങ്ങളും അന്നേ പോലീസ് മൂടിവെച്ചു, പല തെളിവുകളും നശിപ്പിച്ചു. അതാണ് ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന സാഹചര്യത്തിലാണ് വാളയാർ കേസ് നീതിയുക്തമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാളയാർ സമരസമിതി CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതായത് കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് നിലകൊണ്ടു. അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു മഹാപാതകം ഈ കേസ് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു. സോജൻ എന്ന ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടികളെ അങ്ങേയറ്റം മോശമായ രീതിയിൽ ചിത്രീകരിച്ചു.
അതായത് ചെറിയ പെൺകുട്ടികൾ, 11ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധം നടന്നത് എന്ന് ഒന്ന് ഓർത്തു നോക്കണം. അതെന്താണ് എന്ന് പോലും അറിയാൻ ആ പെൺകുട്ടികൾക്ക് പ്രായമില്ല. ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നു എന്ന് അങ്ങേയറ്റം മോശമായ രീതിയിലാണ് ആ കുഞ്ഞു മക്കളെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരെക്കുറിച്ച് ചാനലിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. വലിയ വിവാദമായ സംഭവമാണ് അത്. അന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികളെ സംരക്ഷിക്കാനാണ് നീക്കം നടത്തിയത്. നിങ്ങൾ പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ഈ കേസിൽ അവരുടെ മാതാപിതാക്കൾക്ക്, അതായത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. അല്ലാതെ കേരള സമൂഹമോ മറ്റാരുമോ അല്ല ആ സ്ത്രീയെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. പോലീസിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പോരാളി ഷാജി വരുമ്പോൾ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്ന പിന്നാമ്പുറ കഥകൾ കൂടി ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും. നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് CBIക്ക് ഈ കേസ് അന്വേഷിക്കേണ്ടി വന്നത്. തുടക്കം മുതൽ ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനിടയിലാണ് ഈ മാതാപിതാക്കൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെങ്കിൽ അവരും രക്ഷപ്പെട്ടു പോയത്. എന്നിട്ടാണ് പോരാളി ഷാജി വെളുപ്പിക്കാൻ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.